Clustering. Clustering is a data mining technique which group unlabeled data based on their similarities or differences. Clustering എന്ന് പറയുന്നത് ഒരു ഡാറ്റ മൈനിങ് ടെക്നിക്കാണ്. അത് നമ്മുടെ ഈ റോ ഡാറ്റ അല്ലെങ്കിൽ അൺലാബിൾഡായ ഡാറ്റേനെയൊക്കെ സിമിലാരിറ്റീസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ട് ഓരോ ഗ്രൂപ്പാക്കി മാറ്റുക. അതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്ററിംഗ് അൽഗോരിതം ആർ യൂസ്ഡ് ടു പ്രോസസ് റോ ഓർ അൺക്ലാസിഫൈഡ് ഡാറ്റ objects into groups represented by structures or patterns in the informations. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനനുസരിച്ചിട്ട് ഓരോ റോ ഡാറ്റേനെയും അല്ലെങ്കിൽ അൺലാബിൾഡായ ഡാറ്റേനെയും ഓരോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലാക്കി മാറ്റും. ക്ലസ്റ്ററിംഗ് എയിംസ് ടു ഡിസ്കവർ ക്ലസ്റ്റേഴ്സ് ഓർ സബ് ഗ്രൂപ്പ്സ് വിത്തിൻ എ അൺലാബിൾഡ് ഡാറ്റ. Clusters will contain data points that are similar as possible to each other and as dissimilar as possible to data points in other clusters. ക്ലസ്റ്റേഴ്സിൻ്റെ അകത്ത് ഓരോ ക്ലസ്റ്ററിൻ്റെ അകത്ത് ഓരോ ഡാറ്റാ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ ഡാറ്റാ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആ ക്ലസ്റ്ററിൻ്റെ ഉള്ള എല്ലാ ഡാറ്റയ്ക്കും സിമിലർ ആയിട്ടുള്ളൊരു ഡാറ്റാ പോയിൻറ്റ്സ് ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു ക്ലസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഡാറ്റാ പോയിൻറ്റ്സിന് എന്തായിരിക്കും, ഡിസ്സിമിലർ ആയിരിക്കും. Clustering helps find underlying patterns within the data that may not be noticeable to a human observer. And ഈ ഹ്യൂമൻ ഒബ്സർവ് ചെയ്യാത്ത ഡാറ്റാ പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ ഡാറ്റാസൊക്കെ ക്ലസ്റ്ററിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ദ ടു ബേസിക് ടൈപ്പ് ഓഫ് ക്ലസ്റ്റർ ദാറ്റ് വിൽ ബി കവേർഡ് ആസ് പാർട്ടീഷണൽ ക്ലസ്റ്ററിങ് ആൻഡ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. രണ്ട് ടൈപ്പ് ക്ലസ്റ്ററിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പാർട്ടീഷണൽ ക്ലസ്റ്ററിങ് ആൻഡ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ. The clustering technique is commonly used for statistical data analysis. The clustering technique can be widely used in various tasks. Some most common use of these techniques are. Clustering യൂസ് ചെയ്യുന്ന കുറച്ച് ഡിഫറെൻറ്റ് ടെക്നിക്കുകളാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനാലിസിസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ഇമേജ് സെഗ്മെൻറ്റേഷൻ, anomaly detection, etc. Apart from general usage, it is used by Amazon in the recommendation system to provide the recommendations, and Netflix is also used for recommendation the movies. അപ്പം ഈ ക്ലസ്റ്റേഴ്സ് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആമസോണിലൊക്കെ പ്രൊഡക്ട്സിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ മൂവീസ് റെക്കമെൻഡേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിങ് ഈസ് ഹാർഡ് ക്ലസ്റ്ററിങ് ആൻഡ് സോഫ്റ്റ് clustering, and the main clustering method used in machine learning is partitioning clustering, density based clustering, distribution based clustering, hierarchical clustering, and fuzzy clustering. Mixture density. Mixture density is written as P of x is equal to sigma is equal to 1 to k P of x bar gi or P of gi. മിക്സ്ചറിൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു 1 to k ആണെങ്കിൽ പി ഓഫ് എക്സ് ബാർ ജി ഐ ആൻഡ് പി ഓഫ് ജി ഐ ആണ്. ഇവിടെ ജി ഐ എന്ന് പറയുന്നത് ദ മിക്സ്ചർ കമ്പോണൻ്റ് ആണ്. അതേപോലെ ദേ ആർ ഓൾസോ കോൾഡ് ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റർ. ആൻഡ് പി ഓഫ് എക്സ് ബാർ ജി ഐ ആർ ദ കമ്പോണൻ്റ് ഡെൻസിറ്റി. കമ്പോണൻ്റ് ഡെൻസിറ്റിനെയാണ് നമ്മൾ പി ഓഫ് എക്സ് ബാർ ജി ഐ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ പി ഓഫ് ജി ഐ ഈസ് ദ മിക്സ്ചർ പ്രൊപ്പോർഷൻസ്. The number of components k is a hyperparameter and should be specified beforehand given an sample, and k learning correspond to estimating the component density and proportion. When we assume that the component density of a parametric model, we need only estimate their parameters. അതായത് ഈ component density and proportion, when we assume that the component ഡെൻസിറ്റി ഒബേ പാരാമെട്രിക് മോഡൽ, ഒരു പാരാമെട്രിക് മോഡലിനെ ഒബേ ചെയ്തിട്ടാണ് നമ്മുടെ കമ്പോണൻറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഉണ്ടാവുക. അപ്പോൾ വി നീഡ് ഓൺലി എസ്റ്റിമേറ്റ് ദെയർ പാരാമീറ്റർ. അതുകൊണ്ട് നമുക്കതിൻ്റെ പാരാമീറ്റേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യണ്ടോ, എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇഫ് ദ കമ്പോണൻറ്റ് ഡെൻസിറ്റി ആർ മൾട്ടി വാരിയേറ്റ് ആണെങ്കിൽ വി ഹാവ് പി ഓഫ് എക്സ് ജി ഐ മൈനസ് എൻ മ്യൂ ഐ സിഗ്മ ഐ ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു പി ഓഫ് ജി ഐ mu I comma sigma I of k. I is equal to 1 are the parameters that should be estimated from the ID sample x is equal to xt. The parametric classification is a bona fide mixture model where groups gi correspond to classes ci. ഇനി ഒരു ബോണഫൈഡ് മോഡലിലേക്ക് നമ്മൾ ഈ പാരാമീറ്റർ ക്ലാസിഫിക്കേഷനെ മാറ്റുകയാണെങ്കിൽ ഇവിടെ ജി ഐ എന്ന് പറയുന്നത് എന്തായി മാറും, സി ഐ ആയി മാറും. ആൻഡ് ദ കമ്പോണൻറ്റ് ഡെൻസിറ്റി പി ഓഫ് എക്സ് ബാർ ജി ഐ, നമ്മുടെ കമ്പോണൻറ്റ് ഡെൻസിറ്റി പി ഓഫ് എക്സ് ബാർ ജി ഐ എന്ന് പറയുന്നത് എന്തായി മാറും,
പി ഓഫ് എക്സ് ബാർ സി ആയി മാറും. അതുപോലെ തന്നെ നമ്മുടെ പി ഓഫ് ജി ഐ പി ഓഫ് സി ആയി മാറും. അപ്പം നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി മാറും? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to k പി ഓഫ് എക്സ് ബാർ സി ഐ പി ഓഫ് സി ഐ ആയി മാറും. അതായത് നമ്മുടെ പി ഓഫ് എക്സ് ബാർ ജി ഐനെ പി ഓഫ് എക്സ് ബാർ സി ഐ ആയിട്ട് നമ്മുടെ പി ഓഫ് ജി ഐ അതായത് കമ്പണൻറ്റ് മിക്സ്ചർ പ്രൊപ്പോർഷൻസ് പി ഓഫ് സി ഐ ആയി മാറും. നെക്സ്റ്റ് is K means clustering. It is an unsupervised learning algorithm that is used to solve the clustering problems in machine learning or data science. അതായത് നമ്മുടെ ഡാറ്റാ സയൻസിലെ മെഷീൻ ലേണിങ്ങിലെ ക്ലസ്റ്ററിങ് പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ് കെ മീൻ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. വിച്ച് ഗ്രൂപ്പ്സ് ദ അൺലാബിൾഡ് ഡാറ്റാ സെറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ്. ഇത് ഒരു അൺലാബിൾഡ് ഡാറ്റാ സെറ്റ്സിനെ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിയർ കെ ഡിഫൈൻസ് ദ നമ്പർ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലസ്റ്റർ. ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സാണ്. and that need to be created in the process as if k is equal to there will be 2 cluster. അതായത് k ഇവിടെ 2 ആണെങ്കിൽ നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആണ്. ഇനി k ഒരു 3 ആണെങ്കിൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 4 ആണെങ്കിൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. K means algorithm. It is an iterative algorithm that tries to partition the data set into k predefined distinct non-overlapping subgroups where each data point belongs to only one group. ഇതൊരു iterative algorithm that tries to partition the data set into k predefined distinct non-overlapping subgroups. അതായത് നമ്മുടെ ഡാറ്റാ സെറ്റ്സിനെ എന്ത് ചെയ്യുക? പ്രീഡിഫൈൻഡ് tries to partition the data set into k predefined distinct. ഒരു k predefined ഡിസ്റ്റിങ്ക്റ്റിലേക്ക്. ഇപ്പം 2 ആണ് നമ്മുടെ പ്രീഡിഫൈൻഡ് കെ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ ഡാറ്റാ സെറ്റ്സിനെ എന്ത് 2 ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെ മീൻസ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 സെലക്ട് ദ നമ്പർ കെ ടു ഡിസൈഡ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റർ. അപ്പോൾ നമുക്ക് എത്ര പ്രീഡിഫൈൻഡ് ക്ലസ്റ്റേഴ്സ് വേണോ അതിനനുസരിച്ച് നമ്മൾ കെ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് സ്റ്റെപ്പ് 1. ആൻഡ് സ്റ്റെപ്പ് 2 ഈസ് സെലക്ട് റാൻഡം കെ പോയിൻറ്റ്സ് ഓർ സെൻട്രോയിഡ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ സെൻട്രോയിഡ്സ് ആദ്യം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് വെക്കുക. ആൻഡ് അസൈൻ സ്റ്റെപ്പ് 3 അസൈൻ ഈച്ച് ഡാറ്റ പോയിൻറ്റ് ടു ദെയർ ക്ലോസ് സെൻട്രോയിഡ് വിച്ച് വിൽ ഫോം ദ പ്രീഡിഫൈൻഡ് ക്ലസ്റ്റേഴ്സ്. അതായത് ഓരോ ഡാറ്റ പോയിൻറ്റ്സിനും അതിന് ക്ലോസ് ആയിട്ടുള്ള സെൻട്രോയിഡുമായിട്ട് എന്ത് ചെയ്യുക? അസൈൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 കാൽക്കുലേറ്റ് ദ വാരിയൻസ് ആൻഡ് പ്ലേസ് എ ന്യൂ സെൻട്രോയിഡ് ഫോർ ഈച്ച് ക്ലസ്റ്റർ. അപ്പോൾ നെക്സ്റ്റ് ഈസ് ആ ഒരു അസൈൻ ചെയ്തിരിക്കുന്ന സെൻട്രോയിഡും ക്ലസ്റ്റേഴ്സും വെച്ച് നമ്മൾ അതിൻ്റെ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും? അത് കൂടുതലായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ന്യൂ സെൻട്രോയിഡിലേക്ക് എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് വെക്കും. അങ്ങനെ ഓരോ ക്ലസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാണ്? ന്യൂ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ന്യൂ ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്ത് വെക്കും. റിപ്പീറ്റ് സ്റ്റെപ്പ് വിച്ച് മീൻസ് റീഅസൈൻസ് ഈച്ച് ഡാറ്റ ടു ദ ന്യൂ ക്ലോസസ്റ്റ് സെൻട്രോയിഡ് ഓഫ് ഈച്ച് അതർ. അങ്ങനെ തേർഡ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി എല്ലാ ഡാറ്റ പോയിൻറ്റ്സും എന്ത് ചെയ്യും? ന്യൂ ക്ലസ്റ്റേഴ്സിലേക്ക് അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂ സെൻട്രോയിഡ്സിലേക്ക് എന്ത് ചെയ്യും? അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് എനി റീഅസൈൻമെൻറ്റ്സ് ഒക്കെ ദെൻ ഗോ ടു സ്റ്റെപ്പ് 4. എന്തെങ്കിലും റീഅസൈൻമെൻറ്റ്സ് വരണമെങ്കിൽ വാരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് വീണ്ടും സ്റ്റെപ്പ് 4 പോയിട്ട് അതിൻ്റെ വാരിയൻസ് കണ്ടുപിടിക്കും. എൽസ് ഗോ ടു ഫിനിഷ്. അങ്ങനെ റീഅസൈൻമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ദ മോഡൽ ഈസ് റെഡി. നമ്മുടെ ബെൻഫൈഡ് മോഡൽ എന്ത് ചെയ്തിരിക്കുകയാണ്? റെഡി.